അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്വന്തം പിതാവിനെ കഴുത്തിനിരിച്ചും ശ്വാസം മുട്ടിച്ചൊക്കെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. എന്നിട്ടും പിതാവിനോട് ദേഷ്യം തീരാതെ ആ പിതാവിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ കടിച്ചു പറിക്കുന്നു. മുഖവും മറ്റുമൊക്കെ കടിച്ച് പറിച്ചിങ്ങനെ എടുക്കുന്നു. എന്നിട്ടും ദേഷ്യം തീരാതെ ആ പിതാവിൻ്റെ കണ്ണ് രണ്ടും ചൂഴ്ന്നെടുക്കുന്നു. ഒരു മകൻ അച്ഛനോട് ചെയ്ത ക്രൂരതയാണ്. ലഹരിക്കടിമയായ മകൻ ലഹരി കിട്ടാതെ വന്നപ്പോൾ സ്വന്തം അച്ഛനോട് ചെയ്ത ക്രൂരത. ഒരാഴ്ച മുമ്പാണ് താമരശ്ശേരി അടിവാരത്ത് സുബൈദ എന്നു പേരുള്ള 53 വയസ്സുകാരിയായ ഉമ്മയെ ആ ഉമ്മ ഏറെ സ്നേഹിച്ച് ലാളിച്ച് പൊന്നുപോലെ വളർത്തിയ ഏക മകൻ മുഹമ്മദ് ആഷിഖ് ആ ഉമ്മയെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടത്. ഉമ്മ സർജറി കഴിഞ്ഞ് തലയ്ക്ക് സർജറി കഴിഞ്ഞ് അവരുടെ സഹോദരിയുടെ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് മകൻ തൊട്ടടുത്ത വീട്ടിൽ നിന്നും കൊടുവാൾ വാങ്ങിക്കൊണ്ടുവന്ന് ഉമ്മയുടെ തലയ്ക്കും കഴുത്തിനുമൊക്കെ ക്രൂരമായി വെട്ടി 20ലധികം തവണ വെട്ടി സ്വന്തം ഉമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. സംഭവം ലഹരിയായിരുന്നു. ലഹരിക്കടിമയായ മകനാണ് ആ ഉമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അതിനുശേഷം വീണ്ടും നമ്മളൊരു വാർത്ത കേട്ടു. തിരുവനന്തപുരം കിളിമാനൂരിൽ ഹരികുമാർ എന്നു പേരുള്ള 52 വയസ്സുകാരനെ 22 വയസ്സുകാരനായ അവരുടെ മകൻ ആദിത്യ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഒരു വാർത്ത. എല്ലായിടത്തും വില്ലൻ ലഹരി തന്നെയാണ്. ഈ കിളിമാനൂരിലെ സംഭവം, മകൻ ലഹരിക്കടിമയാണ്, ലഹരി ഉപയോഗിക്കുന്നുണ്ട്, എന്നും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അന്ന് ഈ മകൻ അമ്മയുടെ ഫോൺ പിടിച്ചു വാങ്ങി. വൈകുന്നേരം അച്ഛൻ വന്ന സമയത്ത് മകനോട് ആ ഫോൺ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതേ തുടർന്നുണ്ടായ വാക്ക് തർക്കം. മകൻ അങ്ങ് ദേഷ്യം വന്നു. കൈ മടക്കി സ്വന്തം പിതാവിൻ്റെ മുഖത്തേക്ക് ആഞ്ഞങ്ങ് ഇടിച്ചു. അദ്ദേഹം തറയിലങ്ങ് തലയടിച്ച് വീഴുന്നു. ഉടനെ തന്നെ ആരൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹം ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ലഹരിയാണ് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് ആ മകനെ എത്തിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞ സംഭവം ഒരു പിതാവിനെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഭവം നടക്കുന്നത് സൗദി അറേബ്യയിലെ ജുബൈലിലാണെങ്കിലും ഇവിടെ കൊന്നതും കൊല്ലപ്പെട്ടതുമൊക്കെ ഇന്ത്യക്കാരനാണ്. ഉത്തർപ്രദേശിലെ ലക്നോ സ്വദേശിയായ ശ്രീകൃഷ്ണ യാദവ് എന്ന് പറയുന്ന ഒരു അച്ഛനെയാണ് അവരുടെ മകനായ കുമാർ യാദവ് എന്ന പേരുള്ള ചെറുപ്പക്കാരൻ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. മകൻ നാട്ടിലെ ലഹരിക്ക് അടിമയാണ് എന്നറിഞ്ഞപ്പോൾ മകൻ അതിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്ന് കരുതിയിട്ടാണ് ലീവിന് വന്നപ്പോൾ തൻ്റെ മകനെയും കൂട്ടിയിട്ട് ഈ ശ്രീകൃഷ്ണ യാദവ് സൗദിയിലെ തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ അത്യാവശ്യം നല്ല വരുമാനമൊക്കെയുള്ള നല്ല സാലറിയൊക്കെയുള്ള ഒരു ജോലിയായിരുന്നു ഈ ശ്രീകൃഷ്ണ യാദവിന്. ഒരു കമ്പനിയിലെ ഒരു സേഫ്റ്റി ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു ശ്രീകൃഷ്ണ യാദവ്. 1.5 മാസമായി തൻ്റെ മകനുമായി സൗദി അറേബ്യയിൽ എത്തിയിട്ട്. ഈ 1.5 മാസത്തിനിടെ ഇവൻ പലപ്പോഴായി എനിക്ക് സാധനം വേണം, എനിക്ക് ലഹരി വേണം, MDMA വേണം എന്നൊക്കെ തൻ്റെ അച്ഛനോട് പലപ്പോഴായി പറയുന്നുണ്ട്. പക്ഷേ ഒരച്ഛനും മക്കളെ സ്നേഹിക്കുന്ന ഒരു പിതാവും അങ്ങനെ നൽകില്ലല്ലോ. തൻ്റെ മകൻ്റെ ഈ ഒരു അഡിഷൻ മാറണം, ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നത് മാറണം എന്ന് കരുതിയിട്ടാണ് പിതാവ് മകനെ സൗദിയിലേക്ക് കൊണ്ടുപോകുന്നത്. സൗദി അറേബ്യയിലാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവുമല്ലോ, പെട്ടെന്നൊന്നും കിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് കൊണ്ടുപോയതാണ്. അങ്ങനെ ഈ ലഹരി കിട്ടാതെ വന്നപ്പോൾ തനിക്ക് ലഹരി കിട്ടാതിരിക്കാനുള്ള കാരണക്കാരൻ സ്വന്തം പിതാവാണ് എന്നുള്ള ആ ഒരു പിതാവിനോടുള്ള ദേഷ്യം, തനിക്ക് ലഹരി ലഭിക്കാത്തതിൻ്റെ കാരണം തൻ്റെ പിതാവാണ്, ആ ഒരു ദേഷ്യം വർദ്ധിക്കുകയും ആ ഒരു ദേഷ്യത്തെ തുടർന്ന് ഈ ശ്രീകൃഷ്ണ യാദവ് എന്ന് പറയുന്ന സ്വന്തം പിതാവിനെ വളരെ ക്രൂരമായി കഴുത്തിനിരിച്ചും ശ്വാസം മുട്ടിച്ചൊക്കെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ പിതാവ് കൊല്ലപ്പെട്ടു, പിതാവ് മരിച്ചു എന്ന് ഉറപ്പായിട്ടും ആ പിതാവിനോടുള്ള ദേഷ്യം ഈ മകന് അടങ്ങിയില്ല, തീർന്നില്ല എന്നാണ്. ആ പിതാവിൻ്റെ ശരീരഭാഗങ്ങളിൽ കടിച്ചു വലിക്കുന്നു, മുഖമൊക്കെ കടിച്ചിങ്ങനെ വലിക്കുന്നു. എന്നിട്ടും ദേഷ്യം തീരാതെ ആ പിതാവിൻ്റെ കണ്ണ് വരെ ചൂഴ്ന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത. അപ്പോൾ ഇങ്ങനെയാണ് ലഹരിക്കടിമയായാൽ ആളുകളുടെ സ്വഭാവം. ലഹരിക്കടിമയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ മാതാവ് എന്നോ പിതാവ് എന്നോ ഒരു വ്യത്യാസവുമില്ല, വളരെ ക്രൂരമായി പെരുമാറുമെന്നുള്ളതാണ്. അതിൻ്റെ തെളിവുകളാണല്ലോ ഈ നടക്കുന്നതെല്ലാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ ഈ സാധനത്തിന് ഒരു കുറവുമില്ല. നമ്മൾ പലപ്പോഴും ഇതേക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല എന്നുള്ളതാണ്. നമ്മുടെ മക്കളിൽ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ടാകാം, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്നൊന്നുമല്ല. പക്ഷേ നമ്മൾ കാലഘട്ടം അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി, ഇത് സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരു വട്ടം ഈ ഒരു സാധനം MDMA എന്ന് പറയുന്ന സാധനമൊക്കെ ഒരു വട്ടം അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 48 മണിക്കൂറിനകം ഈ ഉപയോഗിക്കുന്ന ആൾ ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടാകുമെന്നാണ്.
ഒരു വട്ടം ഉപയോഗിച്ചാൽ മതി, ഒരു വട്ടം വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ വഴിയാണ് പലപ്പോഴും ഈ ലഹരി വസ്തുക്കളൊക്കെ കുട്ടികളുടെ കയ്യിലെത്തുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ പ്രധാനമായി കുട്ടികളുടെ കൂട്ടുകെട്ടുകളാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഒരു വട്ടം ഈ സാധനം ഉപയോഗിച്ചാൽ കുട്ടികൾ കൈവിട്ടു പോകുമെന്നുള്ളതാണ്. അടുത്ത 48 മണിക്കൂറിനകം വീണ്ടും അവർക്ക് ഈ സാധനം കിട്ടണം. ഈ MDMA എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുട്ടികളെ ചെക്ക് ചെയ്ത് കണ്ടെത്താൻ കഴിയാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. ചെറിയ 2 പഞ്ചാരത്തരിയുടെ അത്രയൊക്കെ ഈ സാധനം ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് കുട്ടികൾ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചാലോ ഒന്നും പെട്ടെന്ന് കണ്ടെത്താനൊന്നും കഴിയുന്നൊരു സാധനമല്ല. അത് ചിലപ്പോൾ നാവിൻ്റെ അടിയിലായിരിക്കും വെക്കുക, ചിലർ കണ്ണിലായിരിക്കും, ചിലപ്പോൾ അതിങ്ങനെ പല ശരീരത്തിൽ ചിലപ്പോൾ മുറിയാക്കിയിട്ട് അതിൽ വെക്കും. അങ്ങനെ പല രീതിയിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള പേരുകളും പലതാണ്. പല നാട്ടിലും പല പേരിലൊക്കെയാണ് ഈ സാധനം അറിയപ്പെടുന്നത്. ഉപയോഗിക്കുന്ന ആളുകൾ അതേക്കുറിച്ച് കല്ല് എന്ന്, അല്ലെങ്കിൽ മിത്തി എന്ന്, ഡാർക്ക് പവർ, അങ്ങനെ പല പേരിലാണ് ഈ ഉപയോഗിക്കുന്ന ആളുകൾ ഇതേക്കുറിച്ച് പറയുക. അത് പെട്ടെന്ന് എന്താണ് ഇതെന്ന് സാധാരണക്കാർക്കൊന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയില്ല. പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ഇതിനെങ്ങാനും അഡിക്റ്റായി പോയാൽ വളരെ ഗുരുതരമായ അപകടങ്ങളായിരിക്കും ഉണ്ടാവുക. കുട്ടികൾ മാത്രമല്ല, നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. കുട്ടികൾ ഇതുകൊണ്ട് അവർ നശിക്കും, ആ കുടുംബം നശിക്കും. എല്ലാ നിലക്കും ആ കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാതാകും. അവസാനം ഒന്നുകിൽ ഈ ഉപയോഗിക്കുന്നവൻ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കും, അതല്ലെങ്കിൽ കുടുംബത്തിലെ ആരെങ്കിലും ഇതുപോലെ കൊലപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ കൊലപ്പെടുത്തുന്ന വാർത്തകളാണ്, സംഭവങ്ങളാണ് നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചെറിയ സ്കൂൾ കുട്ടികൾ വരെ, 5ാം ക്ലാസ് തലം മുതൽക്കുള്ള കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഇത് വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ അറിയാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണിത്. എത്ര കുടുംബങ്ങൾ ഇതിൻ്റെ പേരിൽ തകർന്നു പോയിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരു വല്യമ്മ എന്നോട് വന്നിട്ട് പേരക്കുട്ടിയുടെ ലഹരി ഉപയോഗം കാരണമുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നു. പലതവണ ഡി അഡിക്ഷൻ സെൻറ്ററിൽ മറ്റുമൊക്കെ കൊണ്ടാക്കിയിട്ടും ഒരു മാറ്റമില്ല. ഇതങ്ങനെയാണ്. ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ആക്കി തിരിച്ചു വന്നാൽ, ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്നാലും അവരിത് ഉപയോഗിക്കും. വളരെ ചുരുക്കം ആളുകൾ, 95% ആളുകളും ഇതിൽ നിന്ന് മുക്തരാവാറില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആദ്യം ഉപയോഗിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ധൈര്യമായിരിക്കും, കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ വീണ്ടും ആ സാധനം ഉപയോഗിക്കണം എന്നുള്ള ചിന്തയുണ്ടാവും. അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തോ വലിയൊരു അസ്വസ്ഥതയായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി അവർ എങ്ങനെയെങ്കിലുമൊക്കെ പണം കണ്ടെത്തും. രക്ഷിതാക്കളോട് കടവ് പറഞ്ഞിട്ടോ, അതല്ലെങ്കിൽ പിന്നെ അവരിതിൻ്റെ കാരിയറായി മാറും. പണം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഇത് കിട്ടുന്ന ആളുകളിൽ നിന്നും വാങ്ങി അതിനേക്കാളും കൂടുതൽ വിലയ്ക്ക് അവർ വിൽപ്പന നടത്തും. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അവർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും. ഈ കഞ്ചാവ് വിൽപ്പന അല്ലെങ്കിൽ ലഹരി വിൽപ്പന എന്നൊക്കെ പറയുന്നത് സംഭവം ഇത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി നടക്കുന്നുണ്ടെങ്കിലും ഇത് വിറ്റിട്ടൊന്നും ആരും നേരായിട്ടില്ല. കാരണം ഇത് വിൽപ്പന നടത്തുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിലൂടെ സമ്പാദിക്കുക എന്നുള്ളതൊന്നുമല്ല, മറിച്ച് അവർക്കും ഉപയോഗിക്കാനുള്ള സാധനം കിട്ടുക എന്നുള്ളതാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം ഉണ്ടാവില്ല. ഒരു ഒരു ലോകത്തായിരിക്കും ഇവരുണ്ടാവുക. ആദ്യം അവർക്ക് കോൺഫിഡൻസ്, പിന്നെ അവർക്ക് ഒരു സംശയമായിരിക്കും, എല്ലാവരെയും സംശയം. എന്നെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്, അവർ എന്നെക്കുറിച്ച് മോശം പറയുന്നു, എന്നെ ആർക്കും ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെ പൊതുവെ ഒരു സംശയ രോഗമൊക്കെ ആയിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഇവർ അക്രമാസക്തരാകും, എല്ലാവരെയും ആക്രമിക്കാൻ വേണ്ടി തുടങ്ങും. ഈ ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നത്, കൂട്ടുകാരെ കൊലപ്പെടുത്തുന്നത്, ഇവർ വീട്ടിലെ ഉപകരണങ്ങൾ തല്ലി ഉടയ്ക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ MDMA അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയാൽ അവിടെ ഒരു ജനലിനൊരു ഗ്ലാസ് ഉണ്ടാവില്ല, എല്ലാം തല്ലിപ്പൊളിച്ചിട്ടുണ്ടാവും. അവിടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തല്ലിപ്പൊളിച്ചിട്ടായിരിക്കും ഉണ്ടാവും. ഇവരുടെ സ്വഭാവം അങ്ങനെ, കയ്യിൽ കിട്ടുന്നതെല്ലാം ഇവർ തല്ലി നശിപ്പിക്കും. ആ സമയത്ത് ആരാണോ മുന്നിലെത്തുന്നത്, മാതാപിതാക്കളാണ് എന്നുള്ള ബോധം ഉണ്ടാവില്ല. അവസാനം എല്ലാ നിലക്കും ഈ ക്യാഷ് ചിലപ്പോൾ കിട്ടാതാകുന്ന സമയത്ത്, അതല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും വെറുപ്പാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയത്ത്, തനിക്കിനി മരണമല്ലാതെ മറ്റൊന്നും തൻ്റെ മുന്നിലില്ല എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ടാവും. അങ്ങനെ ഇവർ ആത്മഹത്യ ചെയ്യും. അങ്ങനെയാണ് ഈ ലഹരിക്കടിമയായവരുടെ ജീവിതമൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ ഒരു സുഖവുമില്ലാത്ത, ഒരു സമാധാനവുമില്ലാത്ത ജീവിതമായിരിക്കും ഈ ലഹരിക്ക് അടിമയായ ആളുടെ ജീവിതവും അയാളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുടുംബക്കാരുടെ, അയാളുമായി ബന്ധപ്പെട്ടവരുടെ മാതാപിതാക്കളുടെയും മറ്റുമൊക്കെ ജീവിതവും വല്ലാത്ത കഷ്ടമായിരിക്കും, പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. സ്കൂളിൽ പോകുന്ന കുട്ടികളെ, പുറത്തേക്ക് പോകുന്ന കുട്ടികളെയൊക്കെ അവരുടെ കൂട്ടുകെട്ടുകൾ ആരാണ് എന്ന് നമ്മൾ നിരന്തരം പരിശോധിക്കണം. അല്ലെങ്കിൽ നമ്മൾ തന്നെ
പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ കുട്ടിയൊന്നും അങ്ങനെ ചെന്ന് ചാടില്ല എന്നൊക്കെ നമ്മൾ കരുതും. വളരെയേറെ ശ്രദ്ധിക്കണം. പെൺകുട്ടികളെ വരെ വളരെയേറെ ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ ഇത് വളരെ കൂടുതലായി പെൺകുട്ടികളും ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരഞ്ഞിട്ടും പറ്റുന്നൊരു കാര്യമില്ല. ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കാര്യമായി നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ അന്വേഷിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ അള്ളാഹു വളർത്താൻ നമ്മയൊക്കെ സഹായിക്കുമാറാവട്ടെ. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.